ഹലോ, നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, മടിയന്മാർക്ക് വരെ വളരെ എളുപ്പത്തിൽ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഈ ചപ്പാത്തിയുടെ പ്രത്യേകത കുറേ നേരം ഇരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് വേണ്ടത് നമ്മൾ സാധാരണ കുക്ക് ചെയ്തിട്ടുള്ള ചോറാണ്. അത് ഞാൻ ബാക്കി വന്ന ചോറ് 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ആട്ടപ്പൊടി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ശേഷം മിക്സിയുടെ ജാറ്, ഏറ്റവും ചെറിയ ജാർ എടുത്താൽ മതിയാവും, അതാവുമ്പോൾ കൂടുതൽ എളുപ്പം. അപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറും അതുപോലെ തന്നെ പൊടിയും ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് എല്ലാം അവിടെ ഒരുപോലെ ഒന്ന് കൂട്ടിയെടുക്കുക. അത്രയും മാത്രം മതി. ഒരുപാട് നേരം കുഴച്ചൊന്നും സമയം കളയണ്ട. പിന്നെ കയ്യിൽ ആ ഒരു സ്റ്റിക്നെസ് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ചപ്പാത്തി മാവ് നമുക്ക് ആവശ്യാനുസരണം, ഇതിപ്പോൾ 1 കപ്പ് പൊടിയുടെ ആയതുകൊണ്ട് ഒരു 2 പേർക്ക് കഴിക്കാൻ, 2 അല്ല 3 പേർക്ക് കഴിക്കാനുള്ള ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചപ്പാത്തി നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടി തന്നെയോ മുക്കി, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു തിക്നെസ്സിൽ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ നമ്മൾ ചുട്ടെടുക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ചപ്പാത്തി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടായ തവയിലേക്ക് ഇടുക, തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ നല്ല ബബിളായിട്ട് പൊങ്ങി വരും കേട്ടോ. സാധാരണ ഇതുപോലെയല്ല, നല്ല ബബിളായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ചോറ് ചേർത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ അതങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മടിയായിട്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിക്ക് പൊടി കുഴക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു പടി എന്നുള്ള രീതിയിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ഓപ്ഷണലാണ്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.